ഇപ്പോൾ താങ്കൾ പൊതുവെ മാധ്യമങ്ങളുടെ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരാളല്ല. പക്ഷേ പൊതുവേദികളിൽ താങ്കൾ വളരെ ശക്തമായ ഭാഷ ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് പല വിവാദങ്ങളിലും താങ്കൾ ചെന്നപ്പെട്ടു. അതിലൊന്നായിരുന്നു ഈ പഴയതുപോലെ കട്ടൻ കാപ്പിയും പരിപ്പുവടയും കഴിച്ച് പാർട്ടി പ്രവർത്തനം നടത്താൻ കഴിയില്ല, പിന്നെ ഒരിക്കൽ മദ്യപാനം ആഹാരക്രമത്തിൻ്റെ ഭാഗമാകണം എന്ന് താങ്കൾ പ്രസംഗിച്ചു എന്നതും വിവാദമായി. ഇതൊക്കെ താങ്കൾ കരുതി കൂട്ടി പറയുന്നതാണോ? ഇതിലെല്ലാം കുറേ വസ്തുതകളുണ്ട് മനസ്സിലാക്കണം. ഇതിലെല്ലാം ഈ ദുഷ്ടലാക്കോടുകൂടി പ്രശ്നങ്ങൾ സമീപിക്കുന്നവർക്ക് മാത്രമേ ഇത് വിവാദമാക്കാൻ സാധിക്കൂ. ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും വസ്തുതകളും എടുത്ത് പരിശോധിക്കണം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച കാലഘട്ടത്തിലെ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്, ലോകത്തിലുള്ളത്. ആ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കാലോചിതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ശക്തിപ്പെടുത്തണം. രണ്ടാമത്തെ വിഷയം ഈ മദ്യമെന്നല്ല, കള്ളെന്ന് നമ്മളിപ്പോൾ പറയും തെങ്ങ് ചെത്തി അതുണ്ടാക്കുന്നു. അതുണ്ടാക്കുമ്പോൾ ലിക്കറല്ല, മദ്യമല്ല, അത് ലഹരിയല്ല. ആ മദ്യത്തെ ഇന്ന് അത് ഭക്ഷ്യവസ്തുവിൻ്റെ ഭാഗമാക്കി തീർത്താൽ അത് കേരളത്തിൽ ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ടാകും. ഇപ്പോൾ ബംഗാളിൽ അവിടെ പോകുന്നവർക്കറിയാം, ബംഗാളിലൊക്കെ അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രം രാവിലെ വെളുപ്പാൻ കാലത്ത് 4 മണിക്ക് ഈ നീര എന്നാണ് പനങ്കള്ള് ചെറിയ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് രാവിലെ നമ്മളിവിടെ പ്രഭാതത്തിൽ ചായ നമ്മുടെ മോർണിംഗ് ടീ കഴിക്കുന്നതിന് പകരം ബെഡ് ടീ കഴിക്കുന്നതിന് പകരം ഇത് കഴിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അത് ലിക്കറല്ല. ഇത് മദ്യത്തെക്കുറിച്ച് ആളുകൾ കള്ളെന്ന് കേൾക്കുമ്പോൾ തെങ്ങിൽ നിന്ന് എടുക്കുന്ന പാനീയമെന്ന് കേൾക്കുമ്പോൾ ഉടനടി അത് ലഹരിയായി കണക്കാക്കി. പിന്നെ ലഹരിയുടെ പേരിലായി വ്യാഖ്യാനം. മദ്യപന് അംഗത്വം പോലും കൊടുക്കാൻ മടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കള്ളാണെങ്കിൽ പോലും എന്തിനാണ് ഇങ്ങനെ മദ്യത്തെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുന്നത്? മദ്യത്തെ മഹത്വവൽക്കരിക്കലല്ല, ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൽ മദ്യം വിൽക്കുന്നവർക്ക് പാർട്ടിയിൽ അംഗത്വമില്ല. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, തെങ്ങിൽ നിന്ന് എടുക്കുന്ന ആദ്യത്തെ നീര് മദ്യമല്ല. താങ്കൾ കള്ളു കുടിക്കുമോ? ഞങ്ങൾ ഇന്നുവരെ കുടിച്ചിട്ടില്ല. ഇന്ന് വരെ ജീവിതത്തിൽ ഒരു മദ്യം ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ വസ്തുതകളെ കാണുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനവുമായിട്ട് ആദ്യം മുതലേ ബന്ധപ്പെടുന്ന ചില പ്രതീകങ്ങളാണ് ഈ പരിപ്പുവട, കട്ടൻ കാപ്പി, വിപ്ലവപ്പാട്ട്, തോൾ സഞ്ചിയൊക്കെ. ഇതിനോടൊക്കെ താങ്കൾക്കൊരു വെറുപ്പാണോ? ഒന്നുമല്ല, യാഥാർത്ഥ്യബോധം മാത്രമേ എന്നിലുള്ളൂ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ആൾ ഒരു 10-70 വർഷത്തിന് മുമ്പുള്ള നിലയിലേക്ക് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ കാലത്തിൽ പുതിയ ആവശ്യങ്ങളുണ്ട് എങ്കിലും എത്രത്തോളം ആ വഴിക്ക് പോകാം? ഈ സാമ്പത്തിക ശക്തികളുമായിട്ട് ഉള്ള കൂട്ടുകെട്ട്, അതുപോലെ പണക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട്, അത് ഏറ്റവും കൂടുതൽ താങ്കൾ കാണുന്നതാണ് പാർട്ടിയിൽ തന്നെ ആളുകൾ പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പോവാം? പാർട്ടിയിൽ ഒരാളും അങ്ങനെ പറയുന്നില്ല. അങ്ങനെ പാർട്ടിയിൽ ഒരാളും പറയുന്ന കാര്യമല്ലത്. അക്കാര്യത്തിൽ വളരെ ആത്മവിശ്വാസം, തികച്ചും ആത്മവിശ്വാസം. അത് മഹാ അബദ്ധം എന്ന് മാത്രമല്ല, അത് വ്യക്തിഹത്യക്കുള്ളതാണ്. താങ്കൾ ചുമതല വഹിച്ചിരുന്ന പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും അത് അന്വേഷിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അത് രണ്ടാമത്തെ ഏറ്റവും വലിയ അബദ്ധമെന്ന് മാത്രമല്ല, അസത്യം. അങ്ങനെ ഒരു കമ്മിറ്റി ഇന്ന് വരെ തീരുമാനിച്ചിട്ടില്ല. ഇതാണ് ഞാൻ പറയുന്നത്, ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യം. ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് സങ്കല്പിക്കുക. തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇത് ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും? ഞാൻ മറിച്ചൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഈ മാധ്യമങ്ങളെ എന്തുകൊണ്ട് ആളുകൾ വിശ്വസിക്കുകയും നേതാക്കളെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു? മാധ്യമങ്ങളിൽ നിന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതിപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. എങ്കിൽ നേതാക്കളുടെ വിശ്വാസ്യത കുറഞ്ഞു എന്ന് താങ്കൾക്ക് തോന്നുന്നു? നേതാക്കളുടെ വിശ്വാസ്യതയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഈ നേതാക്കൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും നേതാക്കളുടെ പട്ടികയിൽപ്പെടുത്തും. അത് തന്നെയാണ് പ്രശ്നം. എല്ലാ നേതാക്കളായിട്ട് നിങ്ങൾ കുറേ വീക്ഷിക്കും. നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമരംഗത്ത് ഉന്നയിക്കുന്നു, തെളിയിക്കാൻ അവർക്ക് ബാധ്യതയില്ലേ? ഇപ്പം എന്നെക്കുറിച്ച് ഉന്നയിച്ച ആരോപണം നിങ്ങൾ തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. സാധിക്കുമോ? ഇപ്പോൾ ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ തൃശ്ശൂർ കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആർക്കാ സാധിക്കും? അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അതാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഞാൻ. ഏതെങ്കിലും കാര്യത്തിൽ ഇ പി ജയരാജന് ഒരു ദൗർബല്യമുണ്ടോ? ആർഭാടത്തോടുള്ള ഭ്രമമോ അല്ലെങ്കിൽ മുതലാളിമാരോടുള്ള അടുപ്പമോ, അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് തിരുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എല്ലാ മനുഷ്യരോടും അടുപ്പമുണ്ട്, എല്ലാ ജനങ്ങളോടും അടുപ്പമുണ്ട്. ഇവിടെ ആരായി മുതലാളി? നിങ്ങൾ ആരായി മുതലാളി? ഇവിടെ തൊഴിലൊന്നുമില്ലാതെ പണിയില്ലാതെ കഷ്ടപ്പെടുത്ത് DYLFയിലൊക്കെ പണിയെടുത്ത് ഗൾഫ് പോയി അവർ വരുമ്പോൾ ചിലർ കാശായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അവർക്കൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉടനടി മുതലാളിൻ്റെ പട്ടികപ്പെടുത്തുകയാണോ? നിങ്ങളീ പറയുന്ന മുതലാളി ആരാ? പക്ഷേ ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൽ
300 ശതകോടീശ്വരന്മാരുണ്ട്. ഒരാളും അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പിന്നെ ഒരു ദിവസം 1 ലക്ഷം രൂപ വരെ ചെലവ് ചെയ്ത് താമസിക്കുന്ന എംപിയും മന്ത്രിയുണ്ട്. അതല്ല നിങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയം. പക്ഷേ കോൺഗ്രസ് പാർട്ടി പോലത്തെ ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. ഇതാണ് കോൺഗ്രസിനെല്ലാം ഇതാകാം എന്ന് സമ്മതിക്കുന്ന കോൺഗ്രസ് ഇതാണെന്ന് നിങ്ങൾ പറയൂ. അല്ല, കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അതല്ല. അല്ല, കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയും. അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനെ ഞാൻ പറയുന്നത്. കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. പക്ഷെ കോൺഗ്രസ് ഇതാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് കോൺഗ്രസ് ഇതാണ്, അത് ജനങ്ങളുടെ മുമ്പിൽ പറ. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയപ്പോൾ താങ്കളോടൊപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് പശ്ചിമ ബംഗാളിൽ. അതുപോലെ മണിക് സർക്കാർ അന്ന് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ത്രിപുര മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് താങ്കൾക്ക് ആ തരത്തിലുള്ള ഒരു കുതിപ്പുണ്ടാവായിരുന്നത്? എനിക്ക് എൻ്റെ പാർട്ടിയാണ് എല്ലാം നിശ്ചയിക്കുന്നത്. എന്നോടൊന്നിച്ച് ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചിരുന്ന ഹൻമുൾ 5 ടേം ഇന്ത്യൻ പാർലമെൻറ്റിൽ MP ആയിരുന്നു. ഞാൻ എൻ്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഈ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എൻ്റെ പാർട്ടിയാണ്. ഞാനിങ്ങനെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടാണ് താങ്കളെ കരുതുന്നത്. അപ്പോൾ ജാഥ അദ്ദേഹം നടത്തിയ കേരള യാത്രയിലും ഇപ്പോൾ അടുത്ത കാലത്ത് നടത്തിയ ജാഥയിലും ഒക്കെ അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്ത് പോലും താങ്കളെയാണ് ചുമതല ഏൽപ്പിച്ചത്. വിജയരാഘവനെ വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയിൽ ഏൽപ്പിക്കാമായിരുന്നിട്ട് പോലും താങ്കളെയാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ അടുത്ത കാലത്തായിട്ട് പിണറായി വിജയൻ തോമസ് ഐസക്കിലേക്ക് അല്പം കൂടുതൽ അടുക്കുന്നു എന്നൊരു ചിന്ത താങ്കൾക്കുണ്ടോ? പരിഹാസ്യമായിട്ടുള്ള കണ്ടുപിടുത്താണിത്. ഇതാണ് നമ്മൾ ഈ മാധ്യമരംഗത്തുണ്ടാകുന്നൊരു പ്രവണത. എന്താണോ വസ്തുത ആ വസ്തുതകളെയല്ല കാണുക, ഇതിനെയെല്ലാം ദുഷ്ടലാക്കോടുകൂടി കാണുക, എന്നിട്ടത് പുതിയ രൂപത്തിലേക്ക് അവതരിപ്പിക്കുക. ഞങ്ങളെ പാർട്ടിയിൽ എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. എല്ലാവരുമായിട്ടുള്ള ആത്മബന്ധങ്ങൾ തന്നെയാണ്. UP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അന്ന് ഞാൻ അഭിമാനത്തോടു കൂടി നോക്കിക്കണ്ടിട്ടുള്ള ഒരു നേതാവായിരുന്നു സഖാ. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കര ബഹുമാനം, അതിൽ ആവേശവും ഒക്കെ ആയിരുന്നു. ഞാൻ എനിക്കൊന്ന് 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഏറ്റവും അധികം ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായി അദ്ദേഹവുമായി. പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കാന്ന് വെച്ചാൽ അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു ബന്ധം ഇതിൻ്റെ തുടക്കം മുതലേ. പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സഖാക്കളൊക്കെ ഉണ്ട്, അവരെല്ലാമായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പിണറായി വിജയനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ താങ്കൾക്ക് വല്ലാണ്ട് വേദനിച്ചോ? അവർ പാർട്ടിക്കാരായിരിക്കില്ല. അങ്ങനെ ഒരു പാർട്ടി നേതൃത്വ രംഗത്ത് പ്രവർത്തിക്കുന്ന സഖാക്കളെ തെറ്റായ പാർട്ടി സംഘടനാ തത്വങ്ങൾക്കും രീതിക്കും നിരക്കാത്ത നിലയിൽ സഖാക്കളെ ഒറ്റപ്പെടുത്താനും തകർക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ പാർട്ടിക്കാരായിരിക്കും. അല്ല, ഒരു സമയത്ത് താങ്കൾക്ക് VSുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അടുത്ത കാലത്ത് VS പാർട്ടി കാര്യത്തിൽ എടുത്ത നിലപാടുകളിൽ താങ്കൾ തൃപ്തനായിരുന്നു? പാർട്ടി രംഗത്ത് ഞങ്ങൾ പല അഭിപ്രായങ്ങളും പറയും, അത് പുറത്തു പറയാനുള്ളതല്ല. പാർട്ടി എങ്കിൽ ഏത് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താലും പാർട്ടി സഖാക്കൾ തമ്മിൽ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഒരു വല്ലാത്ത വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തിബന്ധം എല്ലാവരോടും വെച്ച് പുലർത്തി സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ.